ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മെസ്സർ ക്രിയേഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു അധ്യായമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. കൂട്ടുകാർക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണല്ലേ? നമുക്കിന്നൊരു കഥ പഠിക്കാം. ഒരു മൂങ്ങയുടെ കഥയാണ് കേട്ടോ. ദ ഫസ്റ്റ് ഫ്ലൈറ്റ്, ആദ്യത്തെ പറക്കൽ. കൂട്ടുകാരുടെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ 6ാമത്തെ യൂണിറ്റ്. അപ്പം നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. കൂട്ടുകാരെ, ഈ ചിത്രത്തിൽ എന്താ കാണുന്നത്? വാട്ട് യു സീ ഇൻ ദിസ് പിക്ചർ? ഹാവ് യു സീൻ ഔൾസ്? കൂട്ടുകാരെ, മൂങ്ങയെ കാണുന്നുണ്ടോ? ഡു യു ലൈക്ക് ഔൾസ്? കൂട്ടുകാർക്ക് മൂങ്ങകളെ ഇഷ്ടമാണോ? ഇഷ്ടമാണല്ലേ? നോക്കിയേ, 2 ഔൾസ് ദേ ബ്രാഞ്ചിൽ ഇരിക്കുന്നുണ്ട്, മരച്ചില്ലല്ലേ? പിന്നെ പൊത്തിനകത്തോ 3 മൂങ്ങക്കുഞ്ഞുങ്ങളും ഉണ്ട്. നമുക്ക് പഠിക്കാം. An owl family lived on a big tree. A father owl, a mother owl, and 3 baby owls. ഒരു മൂങ്ങ കുടുംബം ഒരു വലിയ മരത്തിലെ ചില്ലയിലാണ് താമസിച്ചിരുന്നത്. ഒരു അച്ഛൻ മൂങ്ങ, ഒരു അമ്മ മൂങ്ങ, 3 കുഞ്ഞുങ്ങളും. The babies were very young. They couldn't fly. ഈ കുഞ്ഞുങ്ങളാകട്ടെ വളരെ ചെറുപ്പമായിരുന്നു. അവർക്ക് പറക്കാൻ കഴിയില്ലായിരുന്നു. കൂട്ടുകാരെ, ഈ ചിത്രം നോക്കിയേ. ഹൗ മെനി owls can you see in this picture? എത്ര മൂങ്ങകളെയാണ് കൂട്ടുകാർ ഈ ചിത്രത്തിൽ കാണുന്നത്? 5. എത്രയാ? 5. What time of the day is it? ഇത് ഏത് സമയമാണ്? At night. രാത്രി സമയമാണല്ലേ? What are the owls doing? ഇവിടെ നമ്മുടെ owls എന്താ ചെയ്യുന്നത്? 3 owls are flying. 3 owls പറക്കുകയാണല്ലേ? 2 പേരോ? 2 owls are sitting on a branch. 2 owls അവിടെ ആ ബ്രാഞ്ചിൽ ഇരിക്കുകയാണ്. Who are sitting on the tree? ആരായി മരച്ചില്ലയിൽ ഇരിക്കുന്നത്? ഒരു അമ്മ മൂങ്ങയും പിന്നെ കുഞ്ഞു മൂങ്ങയുമാണ് ഇരിക്കുന്നത്. ആരൊക്കെയാ പറക്കുന്നത്? അച്ഛൻ മൂങ്ങയും 2 കുഞ്ഞുങ്ങളുമാണ് പറന്നു പോകുന്നത്. Children, get ready. The moon has come up. Today is our first day out. കുഞ്ഞുങ്ങളെ, എല്ലാവരും തയ്യാറായിക്കൊള്ളൂ. ചന്ദ്രൻ ഇങ്ങെത്തി. മൂൺ ആരാ? അമ്പിളിയമ്മാവൻ വന്നു. ഇന്ന് നമ്മുടെ ആദ്യത്തെ പുറത്തു പോകുന്ന ദിവസമാണ്. Father owl said to the babies. അച്ഛൻ മൂങ്ങ കുഞ്ഞുങ്ങളോടായി പറഞ്ഞു. 2 baby owls flapped their wings and rose up. 2 മൂങ്ങ കുഞ്ഞുങ്ങള് അവരുടെ ചിറകുകളൊക്കെ വിടർത്തി പറന്നുയർന്നു. But the third one sat still. പക്ഷേ 3ാമത്തെ മൂങ്ങക്കുഞ്ഞില്ലേ, അതിനെ പറക്കാൻ കഴിഞ്ഞില്ല. അതവിടെ തന്നെ ഇരുന്നു. Rowley, what happened my dear? Rowley, നിനക്ക് എന്ത് പറ്റി കുട്ടി? Come, let us fly out with father, mother said. വരൂ, പുറത്തേക്ക് വാ, അച്ഛനോടൊപ്പം പറന്നു പോയേ, അമ്മ പറഞ്ഞു. Mother, I can't see anything. It is dark, Rowley the owlet said. അമ്മേ, ദേ എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല, മുഴുവൻ ഇരുട്ടാണമ്മേ, റൗളി അതായത് നമ്മുടെ മൂങ്ങക്കുഞ്ഞു പറഞ്ഞു. Who is sitting on the branch of the tree? ആരാ നമ്മുടെ ഈ ബ്രാഞ്ചിൽ ഇരിക്കുന്നത്? നമ്മുടെ റൗളിയാണ്. Why she is sad? എന്താ അവള് ദുഃഖത്തോടെ ഇരിക്കുന്ന കൂട്ടുകാരെ? Yes, she couldn't fly. അവൾക്ക് പറക്കാൻ കഴിയുന്നില്ല. Rowley, we are owls. റൗളി, നമ്മൾ മൂങ്ങകളാണ്. We can see at night. നമുക്ക് രാത്രിയിൽ കാണാൻ കഴിയും. Come on, just try dear, mother said. വരൂ, ഒന്ന് ശ്രമിച്ചു നോക്കൂ കുഞ്ഞേ. But mother, I can even see you clearly. പക്ഷേ അമ്മേ, എനിക്ക് ഒന്നും ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നില്ല. I can only hear your voice, Rowley sobbed. അമ്മയുടെ ശബ്ദം മാത്രമേ എനിക്ക് കേൾക്കാൻ കഴിയുന്നുള്ളൂ, എനിക്ക് ഒന്നും കാണാൻ കഴിയുന്നില്ല അമ്മേ. Don't cry my little one. കരയല്ലേ എൻ്റെ കുട്ടി. You will be okay. നീ ഇപ്പോൾ ഓക്കെ അല്ലേ? Stay here. നീ ഇവിടെ ഇരുന്നോ കേട്ടോ. I will bring you food. ഞാൻ നിനക്ക് വേണ്ടി ഭക്ഷണം കൊണ്ടുവരാം.
Seeing this, mother owl flew away. ഇതും പറഞ്ഞുകൊണ്ട് അമ്മ മൂങ്ങയും പറന്നുപോയി. റൗളി വാസ് alone. റൗളി ഒറ്റയ്ക്കായി. സ്ലോലി റൗളി സ്ലിപ്ഡ് ഇൻ ടു എ സൗണ്ട് സ്ലീപ്പ്. പതിയെ പതിയെ അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു. നോക്കൂ കൂട്ടുകാരെ, വാട്ട് ടൈം ഓഫ് ദി ഡേ ഈസ് ഇറ്റ്? ഏത് സമയമാണിത്? യെസ്, ഇൻ മോർണിംഗ് അല്ലേ? പകൽ സമയമായി, രാവിലെയായി. ഹൂ ഈസ് സിറ്റിംഗ് ഇൻസൈഡ് ദി ഹോൾ ഓഫ് ദി ട്രീ? ആരാ ഈ ഹോളിനകത്തിരിക്കുന്നത്? നമ്മുടെ റൗളിയാണ് അല്ലേ? ഇത് അച്ഛനും അമ്മയും രണ്ട് കുഞ്ഞുങ്ങളും ഇരിക്കുകയാണ്. ദി ഡേ ബ്രോക്ക്. പ്രഭാതം പൊട്ടിവിടർന്നു. റൗളി വോക്കപ്പ്. റൗളി ഉറക്കമെഴുന്നേറ്റു. ആ ഫുഡ്, ഹായ് ആഹാരം. റൗളി സ്റ്റാർട്ടഡ് ഈറ്റിംഗ് ദി ഫുഡ്. റൗളി ആഹാരം ആര് കഴിക്കാൻ തുടങ്ങി. ബ്രൈറ്റ് സൺലൈറ്റ് വാസ് പീപ്പിംഗ് ഇൻ ടു ദി നെസ്റ്റ്. സൂര്യപ്രകാശം അവളുടെ നെസ്റ്റ്, അതായത് കൂടിനെ തഴുകി ഇങ്ങനെ കടന്നുപോയി. ഫാദർ, മദർ ആൻഡ് മൈ സിസ്റ്റേഴ്സ് ആർ സ്ലീപ്പിംഗ്. അച്ഛനും അമ്മയും എൻ്റെ സഹോദരിമാരും ഉറക്കത്തിലാണ്. ദേ ക്യാൻ സീ അറ്റ് നൈറ്റ്. അവരെ രാത്രിയിൽ എങ്ങും കണ്ടില്ല. ദേ ക്യാൻ ഫ്ലൈ ഔട്ട്. അവർ പറന്നു പോയിരുന്നു, അവർക്ക് പറക്കാൻ കഴിഞ്ഞിരുന്നു. ബട്ട് ഐ ക്യാൻ. പക്ഷെ എനിക്ക് കഴിഞ്ഞില്ല. വാട്ട് ഈസ് റോങ് വിത്ത് മീ? എന്താ എനിക്ക് പറ്റിയത്? റൗളി തോട്ട്. റൗളി ചിന്തിച്ചു. റൗളി സ്ലോലി കം ഔട്ട് ഓഫ് ദി നെസ്റ്റ്. റൗളി പതിയെ പതിയെ അവരുടെ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നു. വാട്ട് വിൽ റൗളി ഡു നൗ? റൗളി ഇപ്പം എന്താ ചെയ്യുന്നത്? മരച്ചിലയിലിരുന്ന് പറക്കാൻ ശ്രമിക്കുകയാണല്ലേ കൂട്ടുകാരെ? നോക്കൂ. വാവ്, വാട്ട് എ ബ്രൈറ്റ് ലൈറ്റ്. വാവ്, എന്ത് മനോഹരമായ പ്രകാശമാണ്. റൗളി ബ്ലിങ്ക്ഡ് ഹർ ഐസ്. റൗളി അവളുടെ കണ്ണുകളൊന്ന് ചിമ്മി. ഐ കൻ സീ എവറിത്തിങ്. എനിക്ക് എല്ലാം കാണാൻ കഴിയും. ദി ഗ്രീൻ ട്രീസ്, ദി യെല്ലോ ഫ്ലവേഴ്സ്, ദി വൈറ്റ് ക്ലൗഡ്സ്, ദി ബ്ലൂ സ്കൈ. എന്തൊക്കെയാണ് റൗളി കണ്ടത്? പച്ച നിറത്തിൽ മരങ്ങൾ കണ്ടു. പിന്നെ മഞ്ഞ നിറത്തിൽ പൂക്കൾ, വെള്ള നിറത്തിൽ മേഘങ്ങൾ, നീല ആകാശം. ഇതെല്ലാം റൗളി കണ്ടു. എല്ലാം അവൾക്ക് കാണാൻ കഴിഞ്ഞു. ഷീ ഫ്ലാപ്ഡ് ഹർ വിങ്സ്. അവൾ അവളുടെ ചിറകുകളൊക്കെ വിടർത്തി. മദർ, അമ്മേ, ഐ കൻ സീ നൗ. എനിക്ക് എല്ലാം ഇപ്പം കാണാൻ കഴിയുന്നുണ്ട്. റൗളി സ്ട്രെച്ച്ഡ് ഔട്ട് ഓഫ് ഹർ വിങ്സ്. ഐ കൻ ഫ്ലൈ. റൗളി അവളുടെ ചിറകുകളെ അങ്ങ് വിടർത്തി. അമ്മേ, എനിക്കിപ്പോൾ പറക്കാൻ കഴിയുന്നുണ്ട്. ഷാൽ ഐ ഗോ ഫോർ മൈ ഫസ്റ്റ് ഫ്ലൈറ്റ്? ഞാൻ എൻ്റെ ആദ്യത്തെ യാത്രയ്ക്ക് പോയിക്കൊള്ളട്ടെ. ഷീ ക്രൈഡ് ഇൻ ജോയ്. അവൾ സന്തോഷത്തോടെ കരയാൻ തുടങ്ങി. റൗളി ഫ്ലോ അപ്പ്. അവൾ പറന്നു പൊങ്ങി. വേർ ഈസ് റൗളി നൗ? ഇപ്പോൾ നമ്മുടെ റൗളി എവിടെയാണ് കൂട്ടുകാരെ? നോക്കാം. റൗളി ഫ്ലാപ്ഡ് ഹെർ വിങ്സ് ഇൻ ജോയ്. അവൾ സന്തോഷം കൊണ്ട് ചിറകുകൾ വിടർത്തി റൗളി പറക്കാൻ തുടങ്ങി. സ്ലോലി ഷി മൂവ്ഡ് ത്രൂ ദ എയർ. പതിയെ പതിയെ അവൾ വായുവിലേക്ക് ഇങ്ങനെ പറന്നു. ഐ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. റൗളി ഫ്ലോ അപ്പ്. ഞാൻ ഓക്കെയാണ്, ഞാൻ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. അവൾ അങ്ങനെ പറന്നു. അബൌവ് ദി ട്രീസ്, അബൌവ് ദി ഹിൽസ്, അപ്പ് ഇൻ ദി സ്കൈ. എവിടേക്കാ? മരങ്ങൾക്ക് മുകളിലൂടെ, പർവ്വതങ്ങൾക്ക് മുകളിലൂടെ, ആകാശത്തിന് മുകളിലൂടെ. റൗളി എൻജോയ്ഡ് ഹർ ഫസ്റ്റ് ഫ്ലൈറ്റ്. അവൾ അവളുടെ ആദ്യത്തെ യാത്ര വളരെ സന്തോഷകരമായിട്ട്, അല്ലെങ്കിൽ നന്നായിട്ട് ആസ്വദിച്ചു. എ കൂൾ ബ്രീസ് കിസ്ഡ് ഹർ വിങ്സ്. നല്ല തണുത്ത കാറ്റ് അവളുടെ ചിറകുകളെ തഴുകി, അല്ലെങ്കിൽ ഉമ്മ വച്ച് ഇങ്ങനെ കടന്നുപോയി. വാവ്, ഇറ്റ്സ് വണ്ടർഫുൾ. ഹായ്, ഇത് വളരെ മനോഹരമായിരിക്കുന്നു. ഷീ തോട്ട്. അവൾ ചിന്തിച്ചു. ലുക്ക് അറ്റ് ദിസ് പിക്ചർ. ഇവിടെ എന്താ റൗളി ചെയ്യുന്നത്? നോക്കാം. ഓ, ഐ ആം ഹംഗ്രി. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടല്ലോ. റൗളി ലുക്ക് ഡൗൺ. റൗളി താഴേക്ക് നോക്കി. ഷീ സോ എ മൗസ് നിയർ എ ബഷ്. അവൾ ഒരു മൗസിനെ കണ്ടു. ആരാ മൗസ്? എലിയമ്മാവൻ. ഒരു എലിയെ കണ്ടു. നിയർ എ ബഷ്, ഒരു കുറ്റിക്കാട്ടിനടുത്താണ് കണ്ടത്. റൗളി ഫ്ലോ ഡൗൺ ആൻഡ് ലാൻഡഡ് ഓൺ എ റോക്ക്. റൗളി താഴേക്ക് പറന്നു വന്നിട്ട് എവിടെ ഇരുന്നു? ഒരു പാറയുടെ പുറത്തേക്ക് ഇരുന്നു. ഹേ ഹൗ, പ്ലീസ് ഡോണ്ട് ഈറ്റ് മീ. ഹേ ഹൗ, എന്നെ കഴിക്കല്ലേ നീ, എന്നെ ഭക്ഷിക്കല്ലേ. ദ മൗസ് ക്രൈഡ് അലൗഡ്. മൗസ്, അതായത് നമ്മുടെ എലി കരയാൻ തുടങ്ങി, ഉറക്കെ കരയാൻ തുടങ്ങി. ഹൗക്ക്, ഐ എം നോട്ട് എ ഹൗക്ക്, ഐ എം എൻ ഔലറ്റ്. ഹൗക്ക്, ഞാൻ ഹൗക്കല്ല, ഞാൻ ഔലറ്റാണ്, ഞാൻ മൂങ്ങയാണ്.
റൗളി said angrily. റൗളി ദേഷ്യത്തോടെ പറഞ്ഞു. ഔലറ്റ് ഇൻ ഡേ ലൈറ്റ്. മൂങ്ങ ഈ രാവിലെ സമയം? ഹാ ബട്ട് ഔൾസ് cannot fly in a daylight. നമ്മുടെ എലിയമ്മാവൻ ചിരിച്ചുകൊണ്ട് പറയാണ്, ഈ പകൽ സമയത്തോ? ഔലറ്റോ, അതായത് മൂങ്ങ ഈ പകൽ സമയത്തോ? അതും മൂങ്ങയ്ക്ക് പകൽ സമയത്ത് പറക്കാൻ കഴിയില്ലല്ലോ. നമ്മുടെ മൗസ് പറഞ്ഞു, എലി പറഞ്ഞു. Don't laugh at me, you silly mouse. നീ ചിരിക്കുകയാണോ സില്ലി മൗസി? ഐ എം an owlet and I am hungry too. ഞാനൊരു മൂങ്ങയാണ്, അതോടൊപ്പം തന്നെ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഐ എം ഗോയിങ് ടു ഈറ്റ് യു അപ്പ്. ഞാൻ നിന്നെ ഇപ്പോൾ ഭക്ഷിക്കും, ഞാൻ നിന്നെ ഇപ്പോൾ കഴിക്കാൻ പോവുക. റൗളി സെഡ്. റൗളി പറഞ്ഞു, ഓ യു ആർ എ സ്പെഷ്യൽ ഔലറ്റ്, ഐ അഗ്രി. നീ ഒരു പ്രത്യേകതരം ഔലറ്റാണ്, മൂങ്ങയാണ്. ഐ അഗ്രി, ഞാൻ തീർച്ചയായിട്ടും സമ്മതിക്കുന്നു. ബട്ട് പ്ലീസ് ഡോണ്ട് ഈറ്റ് മീ. പക്ഷെ നീ എന്നെ കഴിക്കരുത് കേട്ടോ, ദയവായി നീ എന്നെ കഴിക്കരുത്. ഐ വിൽ ഗീവ്സ് യു സം ടേസ്റ്റി ഫുഡ്. ഞാൻ നിനക്ക് കുറേ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് തരാം. സെയിം ദിസ് ദ മൗസ് റാൻ ടുവാർഡ്സ് ഹിസ് ഹോൾ. ഇതും പറഞ്ഞുകൊണ്ട് നമ്മുടെ മൗസ് എവിടേക്ക് ഓടി? അവൻ്റെ മാളത്തിലേക്ക് ഓടിപ്പോയി. റൗളി വെയിറ്റഡ് ഔട്ട്സൈഡ് ദ ഹോൾ. റൗളി എന്ത് ചെയ്തു? ആ മാളത്തിന് പുറത്തായിട്ട് അങ്ങനെ അവനെയും കാത്ത് നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? നോക്കൂ, എലിയമ്മാവൻ്റെ കയ്യിൽ എന്തൊക്കെയുണ്ട്? ബനാന ഇരിപ്പുണ്ടല്ലേ, പീനട്ട്, ആൽമണ്ട്, ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട്. നോക്കാം നമുക്ക്. ഓൾ ദീസ് ആർ ഫോർ യു. ഇതെല്ലാം നിനക്കാണ്. പ്ലീസ് ഹാവ് ദിം, പ്ലീസ് ഹാവ് ദിം. ഇതെല്ലാം നീ എടുത്തോളൂ. ദ മൗസ് സെഡ്. ഈ എലിയമ്മാവൻ പറഞ്ഞു. റൗളി ടേസ്റ്റഡ് എ ബനാന. റൗളി എന്ത് ചെയ്തു? ബനാന എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇറ്റ് ഈസ് സ്റ്റിക്കി. ഗിവ് മീ സംതിങ് എൽസ്. ഇത് വളരെ സ്റ്റിക്കിയാണ്. ഇത് കുറച്ചുകൂടി എനിക്ക് തരുമോ? ദെൻ ഹാവ് ദിസ്. ഇത് കഴിച്ച് നോക്കൂ. ദ മൗസ് ഗേവ് ഹർ സം പീനട്ട്സ്. കുറച്ച് കടല നമ്മുടെ എലിയമ്മാവൻ നമ്മുടെ റൗളിക്ക് കൊടുത്തു. ഇത് കഴിച്ച് നോക്കിയേ. ഇറ്റ് ഈസ് സോ സ്മാൾ. ഇത് വളരെ ചെറുതാണ്. ടേസ്റ്റ് ദിസ്. ഇത് കഴിച്ചു നോക്കൂ. ദ മൗസ് ഓഫർഡ് ആൻ ആൽമണ്ട്. കുറച്ച് ബദാം കൊടുത്തു. നോ ഇറ്റ് ഈസ് ടു ഹാർഡ്. ഇത് വളരെ ഹാർഡാണ്, ഇത് കട്ടി കൂടിയതാണ്. വാട്ട്സ് അബൌട്ട് ദിസ്. ഇതെന്താ? ഐ എം ഷുവർ യു വിൽ ലൈക്ക് ദിസ്. നിനക്ക് ഇത് ഇഷ്ടമാവും. എന്താ അത്? ദ മൗസ് ഗേവ് റൗളി സം കാഷ്നട്ട്സ്. കാഷ്നട്ട് അറിയാലോ, കശുവണ്ടി അല്ലേ, അത് കൊടുത്തു. വാവ്, സോ ടേസ്റ്റി. വാവ്, വളരെ രുചികരമായിരിക്കുന്നല്ലോ. ഐ ലൈക്ക് ഇറ്റ്. എനിക്ക് വളരെ ഇഷ്ടമായി കേട്ടോ. ഗിവ് മീ സം മോർ. എനിക്ക് കുറച്ചുകൂടി തരുമോ? റൗളി എൻജോയ്ഡ് ഈറ്റിംഗ് ദി നട്ട്സ്. വളരെ സന്തോഷത്തോടുകൂടെ റൗളി ഈ നട്ട്സുകളെല്ലാം കഴിക്കാൻ തുടങ്ങി. വാട്ട് ടൈം ഓഫ് ദി ഡേ ഈസ് ഇറ്റ്? ഇത് ഏത് സമയമാണ് കൂട്ടുകാരെ? ഉച്ച സമയമാണല്ലേ. ലുക്ക് അറ്റ് റൗളി. റൗളിയെ നോക്കിയേ. ഈസ് ഷീ ഈസ് ഇൻ എ ഹാപ്പി മൂഡ്. അവളിപ്പോൾ സന്തോഷവതിയാണോ? അല്ല. നോ ഷീ ഈസ് ടയേർഡ് അല്ലേ. അവൾ ഒത്തിരി ടയേർഡാണ്. എന്ത് പറ്റി? നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ടു ഹോട്ട്. അയ്യോ, വളരെ ചൂടാണല്ലോ. ലെറ്റ് സ്റ്റോപ്പ് പ്ലേയിങ്. നമുക്ക് കളി നിർത്താം. റൗളി മൂഡ് ടുവാർഡ്സ് ദ ഷെയ്ഡ്. റൗളി നിഴലുകളുള്ള സ്ഥലത്തേക്ക് നടന്നുപോയി. ഹേ ഫ്രണ്ട്, വാട്ട് ഹാപ്പൻ? ഹേ കൂട്ടുകാരി, എന്ത് പറ്റി? ദ മൗസ് ഫോളോഡ് ഹിം. എലി പുറകെ പോയി. ഐ ക്യാൻ ഓപ്പൺ മൈ ഐസ്. എനിക്ക് എൻ്റെ കണ്ണുകൾ തുറക്കാൻ കഴിയുന്നില്ല. ദ സൺ ഈസ് സോ ബ്രൈറ്റ്. സൂര്യൻ നന്നായിട്ട് പ്രകാശിക്കുന്നു. മൈ ബോഡി, എൻ്റെ ശരീരം, ഇറ്റ് ഈസ് ടു ഹോട്ട്. വളരെ ചൂടായിരിക്കുന്നു. ഇറ്റ്സ് പെയിൻഫുൾ. എനിക്ക് നല്ല വേദനിക്കുന്നു. ഐ എം നോട്ട് ഫീലിംഗ് ഗുഡ്. എനിക്കിപ്പോൾ നന്നായി തോന്നുന്നില്ല. റൗളി സ്ലോലി ലേ ഡൗൺ. അവൾ പതിയെ കിടക്കാൻ ആരംഭിച്ചു. ഐ സി, സ്റ്റേ ഹിയർ. എനിക്ക് കാണാം, ഇവിടെ നിന്നോളൂ. ഐ ഹാവ് എൻ ഐഡിയ. എനിക്കൊരു ഐഡിയ ഉണ്ട്. ഐ വിൽ ബി ബാക്ക് സൂൺ. ഞാൻ ഉടനെ തന്നെ മടങ്ങി വരാം. സെയിം ദിസ്. ഇത് പറഞ്ഞുകൊണ്ട് ദ മൗസ് റഷ്ഡ് ത്രൂ ദി ബഷ്. നമ്മുടെ എലി എവിടേക്ക് മറഞ്ഞു? കുറ്റിക്കാട്ടിനിടയിലേക്ക് മറഞ്ഞു, അല്ലെങ്കിൽ പൊന്തക്കാട്ടിലേക്ക് മറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ എലി തിരിച്ചു വന്നു. എന്താ കൊണ്ടുവന്നത്? ഫ്രണ്ട്, യു ആർ ബാക്ക്. കൂട്ടുകാരാ, നീ തിരിച്ചു വന്നു. വാട്ട് ഈസ് ഇറ്റ് ഇൻ യുവർ ഹാൻഡ്? എന്താ നിൻ്റെ കയ്യിലിരിക്കുന്നത്? റൗളി വണ്ടർഡ്.
റൗലി അത്ഭുതത്തോടെ ചോദിച്ചു. റൗലി, മൈ ഫ്രണ്ട്, ദീസ് ആർ ഫോർ യു. റൗലി, എൻ്റെ കൂട്ടുകാരി, ഇത് നിനക്കുള്ളതാണ്. ദ മൗസ് സെഡ് ഹാപ്പിലി. ഫോർ മീ? വാട്ട് ഫോർ? എലി സന്തോഷത്തോടെ പറഞ്ഞു. ഫോർ മീ? വാട്ട് ഫോർ? എനിക്ക് വേണ്ടി. എന്തിനാ? റൗലി പുട്ട് ഓൺ ഹിസ് ഹാറ്റ്. റൗലി എന്ത് ചെയ്തു? റൗലി ഹാറ്റ് എടുത്തു, തൊപ്പി എടുത്തു, സൺഗ്ലാസ് എടുത്തു. യു വിൽ സ്റ്റേ കൂൾ. നീ നല്ല തണുപ്പായിട്ട് ഇരിക്കുക, കൂളായിരിക്കുക കേട്ടോ. ദ മൗസ് ഹെൽപ്ഡ് റൗലി ടു വിയർ ദ ഹാറ്റ് ആൻഡ് ഗ്ലാസസ്. ഈ തൊപ്പിയും ഗ്ലാസും ഒക്കെ അണിയാനായിട്ട് റൗലിയെ നമ്മുടെ ഏലിയമ്മാവൻ സഹായിച്ചു. റൗലി, ഹൗ ഡു യു ഫീൽ ലവ്? ഇപ്പം നിനക്ക് എങ്ങനെയുണ്ട്? ദ മൗസ് ആസ്ക്ഡ്. മൗസ് ചോദിച്ചു. താങ്ക് യു ഫ്രണ്ട്. വളരെ നന്ദിയുണ്ട് കൂട്ടുകാരാ. ഐ ഫീൽ ബെറ്റർ. ഞാനിപ്പോൾ നന്നായിരിക്കുന്നു. റൗലി സെയ്ഡ് സ്മൈലി. ചിരിച്ചുകൊണ്ട് റൗലി പറഞ്ഞു. കൂട്ടുകാരെ നോക്കിയേ, വെയർ ഈസ് റൗലി നൗ? ഇപ്പം റൗലി എവിടെയാ? ഹൗ ഡസ് ഷീ ലുക്ക് ലൈക്ക്? അവളെ കാണാൻ എങ്ങനെയുണ്ട്? ബ്യൂട്ടിഫുൾ അല്ലേ? The sun was setting. The owls woke up. സൂര്യൻ അസ്തമിക്കാറായി. മൂങ്ങകളെല്ലാം ഉറക്കമെഴുന്നേറ്റു. Where is Rowley? റൗലി എവിടെ പോയി? The mother owl looked around. അമ്മ മൂങ്ങ എല്ലായിടും നോക്കി, ചുറ്റും നോക്കി. Oh look, who is that? ആരാ അത്? നോക്കിയേ. Father owl pointed to the sky. അച്ഛൻ മൂങ്ങ ആകാശത്തേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. Everyone looked at the sky. എല്ലാവരും ആകാശത്തേക്ക് നോക്കി. A bird with a hat and a glasses. ഒരു പക്ഷി പറന്നു വരികയാണ്. എന്തൊക്കെ വെച്ചാ? ഒരു തൊപ്പിയും ഗ്ലാസും ഒക്കെ വെച്ച് വരികയാണ്. റൗലി ലാൻഡഡ് ഓൺ ദി ബ്രാഞ്ച്. റൗലി വന്ന് ആ ചില്ലയിലിരുന്നു. ഹു ആർ യു? ഫാദർ റൗൾ ആസ്ക്ഡ്. നീ ആരാണ്? അച്ഛൻ മൂങ്ങ ചോദിച്ചു. റൗലി ഇസ് ബാക്ക്. വാട്ട് വിൽ ഹെർ പാരന്റ് ആസ്ക്? അവളുടെ അച്ഛനും അമ്മ എന്താ ചോദിച്ചത്? ഹു ആർ യു അല്ലേ? അവർക്ക് മനസ്സിലായില്ല. നീ ആരാണെന്ന് അവളുടെ പാരൻസ് ചോദിക്കാണ്. ഇറ്റ്സ് മീ, യു ആർ റൗലി. റൗലി സൈഡ്. അമ്മ, ഇത് ഞാനാണ്. അച്ഛാ, ഇത് ഞാനാണ്, നിങ്ങളുടെ റൗലിയാണ്. റൗലി പറഞ്ഞു. നീ എവിടെയായിരുന്നു കുട്ടി? ഹു ഗേവ് യു ദ ഹാറ്റ് ആൻഡ് ദ ഗ്ലാസസ്? ആരാ നിനക്ക് ഈ ഗ്ലാസും ഈ ഹാറ്റും ഈ തൊപ്പിയും ഒക്കെ തന്നതാരാ? ഫാദർ ആസ്ക്ഡ്. അച്ഛൻ ചോദിച്ചു. ഐ ക്യാൻ സീ എവറിത്തിങ് ഇൻ ഡേ ലൈറ്റ്. എനിക്കെല്ലാം പകൽ വെളിച്ചത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. സോ ഐ വെന്റ് ഔട്ട്. അതുകൊണ്ട് ഞാൻ പുറത്തേക്ക് പോയി. ഐ ഗോട്ട് എ ന്യൂ ഫ്രണ്ട് ടു. എനിക്കൊരു പുതിയ കൂട്ടുകാരനെയും കിട്ടി. He gave me all these things. അവനാണ് എനിക്ക് ഇതെല്ലാം തന്നത്. റൗലി said smiling. റൗലി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. Oh dear, you are something special. ഓ എൻ്റെ പ്രിയപ്പെട്ട കുട്ടി, നീ പ്രത്യേകതയുള്ളവളാണ്. So special. Everyone hugged her. എല്ലാവരും അവളെ കെട്ടിപ്പിടിച്ചു. കഥ ഇഷ്ടമായോ കൂട്ടുകാരെ? ഇഷ്ടമായല്ലേ? റൗലിയെ ഇഷ്ടമായോ? നമുക്കിനി ഒരു poem കൂടെ പാടിയാലോ? പാടി നോക്കാം. Over in the meadow. Over in the meadow, in hole in a tree, lived an old mother owl and her little house three. To whom said the mother, to whom said the three. So they two hold all day in a hole in a tree, in a hole in a tree. ഇതാണ് ഹാംലെറ്റിന് എഴുതിയ ഒരു ചെറിയ പോയമാണ്. കൂട്ടുകാർ പാടി പഠിക്കണേ. നമുക്കിനി പാഠപുസ്തകത്തിലെ ആക്ടിവിറ്റീസ് കൂടെ നോക്കിയാലോ? ആക്ടിവിറ്റി ഫസ്റ്റ്. Here are some letters in the picture. Identify them and write them in the boxes below. ദാ ഇവിടെ ഒരു ഔളിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്. കണ്ടോ കൂട്ടുകാരെ? മൂങ്ങയുടെ ചിത്രം. ഇതിൽ കുറേ ലെറ്റേഴ്സ് ഒളിച്ചിട്ടിപ്പുണ്ട്. അതെല്ലാം നമുക്ക് താഴെ തന്നിരിക്കുന്ന ബോക്സിൽ എഴുതാം. നോക്കൂ. M R O A U W L T S I. കൂട്ടുകാരെ എഴുതിയോ? എഴുതി. നോക്കൂ. സെക്കൻഡ്, make word using these letters. Fill in the puzzles. The follow clues will help you. ദാ നോക്കൂ, നമുക്കിവിടെയുള്ള പസിലൊന്ന് പൂർത്തിയാക്കാം. ഇവിടെയുള്ള ക്ലൂസുകൾ നിങ്ങളെ അതിനു വേണ്ടി സഹായിക്കും കേട്ടോ. ടുവേർഡ്സ് റൈറ്റ്, റൈറ്റിലേക്ക് എഴുതാനാണ് കേട്ടോ. ഒന്നാമത്തെ ക്ലൂ നോക്കൂ. ഐ ഹാവ് എ ലോങ് ടെയിൽ. എനിക്ക് നീളമുള്ള വാലുണ്ട്. ഐ ആം അഫ്രൈഡ് ഓഫ് കാറ്റ്സ്. എനിക്ക് പൂച്ചകളെ പേടിയാണ്. മൈ ഫസ്റ്റ് ലെറ്റർ ഈസ് എം. എൻ്റെ ആദ്യത്തെ ലെറ്റർ എന്ന് പറയുന്നത് എം ആണ്. കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? 5 ലെറ്റേഴ്സാണുള്ളത്. ആരാ? യെസ്, മൗസ്. MOUSE. രണ്ടാമത്തെ ക്ലൂ നോക്കിയേ. ഐ ഹാവ് നോ ലെഗ്സ് ആൻഡ് ഹാൻഡ്സ്. എനിക്ക് കാലുകളും കൈകളുമില്ല. ഐ ക്രാവൽ.
മൈ ഫസ്റ്റ് ലെറ്റർ ഈസ് W. എൻ്റെ ആദ്യത്തെ ലെറ്റർ എന്ന് പറയുന്നത് W ആണ്. ദാ ഇവിടെ എഴുതി നോക്കിയ കൂട്ടുകാരെ, എഴുതാം worm. ആരാ? വീരകളാണ് കേട്ടോ. മൂന്നാമത്തെ ക്ലൂ നോക്കിയ കൂട്ടുകാരെ, ഐ ഹാവ് 6 legs. എനിക്ക് 6 കാലുകളുണ്ട്. ഐ എം എ സ്മോൾ ക്രിയേച്ചർ. ഞാനൊരു ചെറിയ ഒരു ജീവിയാണ്. എൻ്റെ അവസാനത്തെ ലെറ്റർ എന്ന് പറയുന്നത് T ആണ്. നോക്കൂ, എന്താ ആൻസർ? ആൻഡ്, ANT. 3 ലെറ്റേഴ്സാണ് ഉള്ളത് കേട്ടോ. ഇനി താഴേക്ക്, ഡൗൺവേർഡ്സ്. ഐ കൻ സീ അറ്റ് നൈറ്റ്. എനിക്ക് രാത്രിയിൽ കാണാൻ കഴിയും. ഐ എം എ ബേർഡ്. ഞാനൊരു പക്ഷിയാണ്. 3 ലെറ്റേഴ്സാണ് ഉള്ളത്. ഇത് കൂട്ടുകാർക്ക് അറിയാം. ഏതാ? ഔൾ. നമ്മളിതാ ഇവിടെ എഴുതിയിട്ടുണ്ട് കണ്ടോ. നാലാമത്തേത് ദാ ഇവിടെ എഴുതിയിട്ടുണ്ട് OWL, ഔൾ. ആക്ടിവിറ്റി 2. രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കി. റൗലി ആൻഡ് ദി മൗസ് പ്ലേഡ് നിയർ ദി റിവർ. അരുവിയുടെ തീരത്ത് നിന്ന് അവർ രണ്ടുപേരും കളിച്ചു. ഷാൽ വി ഗോ ടു മൈ ഹൗസ്? നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. ദർ ഈസ് എ പാർട്ടി ഫോർ യു, ദ മൗസ് സെയ്ഡ്. മൗസ് പറയുകയാണ് അവിടെ ഒരു പാർട്ടി ഉണ്ട്. വാട്ട് തിങ്സ് ഡു യു സീ ഇൻ ദിസ് പിക്ചർ? ഈ ചിത്രത്തിൽ കൂട്ടുകാരെ എന്തൊക്കെയാണ് കാണുന്നത്? റൈറ്റ് വാട്ട് റൗലി സെയ്ഡ്. റൗലി എന്തായിരിക്കും പറയുന്നത് നോക്കാം. റൗലി, ദർ ആർ ഫോർ യു. നമ്മുടെ മൗസ് പറയുകയാണ് റൗലി ഇതെല്ലാം നിനക്കുള്ളതാണ്. അപ്പോൾ റൗലി എന്തായിരിക്കും പറയുന്നത്? ഓ, ആൽമോണ്ട്സ്, സെവറൽ പൊട്ടാറ്റോസ്, എ ക്യാരറ്റ്. ഇനി എന്തൊക്കെയാണ് ഉള്ളത്? അതെല്ലാം കൂട്ടുകാർ ഇവിടെ എഴുതി ചേർക്കുക കേട്ടോ. അടുത്ത് നോക്കൂ, ആക്ടിവിറ്റി 3. റൗലി ക്യാൻ ഡു സർട്ടൻ തിങ്സ്. റൗലിക്ക് ചിലതൊക്കെ ചെയ്യാൻ കഴിയും. ദ മൗസ് ക്യാൻ ഡു സം അതർ തിങ്സ്. നമ്മുടെ മൗസിനും ചിലതൊക്കെ ചെയ്യാൻ കഴിയും. റൈറ്റ് ഇൻ ദി ബ്ലാങ്ക്സ് വാട്ട് ദേ ക്യാൻ ഡു ആൻഡ് വാട്ട് ദേ ക്യാൻറ്റ്. അവർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നും അവർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയില്ലെന്നും നമുക്ക് എഴുതാം. നമ്മുടെ റൗലിക്ക് പറക്കാൻ കഴിയും. ഐ ക്യാൻ ഫ്ലൈ. എന്നാൽ നമ്മുടെ മൗസിനോ? ഐ ക്യാൻ ഫ്ലൈ. എനിക്ക് പറക്കാൻ കഴിയില്ല. ഇനി നോക്കി, ഐ ക്യാൻ മേക്ക് ഹോൾസ്. മൗസിന് മാളങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. നമ്മുടെ റൗലിക്കോ? ഐ ക്യാൻ മേക്ക് ഹോൾസ്. എനിക്ക് മാളങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല. ഐ ക്യാൻ ടേൺ മൈ ഹെഡ് റൗണ്ട് ആൻഡ് റൗണ്ട്. ചുറ്റോട് ചുറ്റ് എനിക്ക് എൻ്റെ തല തിരിക്കാനായിട്ട് കഴിയും. ഔൾസുകളാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ മൗസ് എന്താ പറയുക? ഐ കാൻറ്റ്. എനിക്ക് അത് കഴിയില്ല. അടുത്ത് നോക്കൂ, മൗസ് ഐ ക്യാൻ സ്വിം. എനിക്ക് നീന്താൻ കഴിയും. ഔൾസ് എന്താ പറയുക? ഐ കാൻ സ്വിം. എനിക്ക് നീന്താൻ കഴിയില്ല. നമ്മുടെ മൗസ് പറയാണ് ഐ ക്യാൻ വാക്ക് ഇൻ ഡേ ലൈറ്റ്. നമുക്ക് പകൽ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? നടക്കാനായിട്ട് കഴിയും. അപ്പോൾ നമ്മുടെ റൗലി എന്താ പറയുക? ഐ ക്യാൻ വാക്ക് ഇൻ ഡേ ലൈറ്റ്. നമുക്ക് പകൽ സമയത്ത് നടക്കാനായിട്ട് കഴിയില്ല. ആക്ടിവിറ്റി 4. നാലാമത്തെ ആക്ടിവിറ്റി നോക്കൂ. സം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് റൗലി ആർ ഗിവൻ ബിലോ. റൗലിയെ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ ഇവിടെ തന്നിട്ടുണ്ട്. മാച്ച് ദി പിക്ചേഴ്സ് വിത്ത് റൗലി സ്റ്റേറ്റ്മെൻറ്റ്സ്. റൈറ്റ് ഡൗൺ ഹർ ഫീലിങ്സ് ഇൻ ദി സ്പേസ് പ്രൊവൈഡഡ്. ഓൺലി സ്റ്റാൻഡ് ഫോർ യു. ഇവിടെ നോക്കൂ, ഇവിടെ റൗലി വളരെ വിഷമത്തോടെ ഇരിക്കുകയാണല്ലേ. എന്താ കാരണം? ഐ ക്യാൻ സീ അറ്റ് നൈറ്റ്. എനിക്ക് രാത്രിയിൽ കാണാൻ കഴിയില്ല. റൗലി ഈസ് സാഡ്. അടുത്ത് നോക്കൂ, ഐ ഹാവ് ഗോട്ട് എ ന്യൂ ഫ്രണ്ട്. എനിക്ക് ഒരു പുതിയ കൂട്ടുകാരനെ കിട്ടി. എന്തായിരിക്കും? റൗലി ഈസ് ഹാപ്പി. ഇതാണ് ചിത്രം, വരച്ച് യോജിപ്പിക്കണം കേട്ടോ. അടുത്ത് നോക്കൂ, ഐ ക്യാൻ ബി അറ്റ് എ ഹോട്ട് സൺ. എനിക്ക് നല്ല ചൂടുള്ള സമയത്ത് സൂര്യനെ വഹിക്കാനുള്ള കഴിവില്ല. അപ്പോൾ എന്താ? റൗലി ഈസ് ടയേർഡ്. അപ്പോൾ റൗലി ടയേർഡാണ് കണ്ടോ. ഐ ക്യാൻ സീ എവ്രിതിങ്. എനിക്കെല്ലാം കാണാൻ കഴിയും. റൗലി ഈസ് സർപ്രൈസ്ഡ്. അടുത്ത് നോക്കൂ, ഐ വിൽ ഈറ്റ് യു അപ്പ്. എനിക്കിപ്പോൾ തന്നെ നിന്നെ കഴിക്കണം. റൗലി ഈസ് ആംഗ്രി. അവൾക്ക് നല്ല വിശപ്പുണ്ട്. അപ്പോൾ കൂട്ടുകാരിത് വരച്ച് യോജിപ്പിക്കണം കേട്ടോ. അടുത്ത് നോക്കൂ, റീഡിങ് കോർണർ. ടിങ്കൂസ് വിങ്സ്. ഒരു പൂച്ചക്കുഞ്ഞിന് പറക്കാനൊരു മോഹം. അങ്ങനെ അവൾ എന്ത് ചെയ്തെന്നറിയാമോ? 2 ചിറകുകൾ ലഭിച്ചു. അവൾ പറക്കാൻ ശ്രമിച്ചു. എന്നാൽ അവൾക്ക് പറക്കാൻ കഴിഞ്ഞില്ല. പൂച്ചക്കുഞ്ഞ് ഒത്തിരി വിഷമമായി കേട്ടോ. ആ കഥയാണ് നമ്മൾക്കിന്ന് റീഡിങ് കോർണറായിട്ട് തന്നിരിക്കുന്നത്. വായിക്കട്ടെ കൂട്ടുകാർ, ഇതുപോലെ വായിക്കാൻ പഠിക്കണം കേട്ടോ. Tinku the cat was on his morning walk. He looked at the sky, the beautiful blue sky. He saw birds flying in the sky. I too like to fly. On the way, he saw a pair of wings. Wow, 2 wings! Tinku looked around. Hi, I got it! Ha ha ha! I can fly! I will fly up in the sky like a kite. He took the wings. He ran to the hill top.
He fixed the wings on his hand. Ready? 1, 2, 3. Tinku flapped his wings. He tried to fly up. No use. He tried again. He flapped his wings again and jumped up. Tinku was now in the air. What's happening? Oh no, I'm not flying. I'm falling down. Help me. I won't want to play. I don't want to fly. Tinku, the poor cat cried aloud. എങ്ങനെയുണ്ട് കൂട്ടുകാരെ? കഥ ഇഷ്ടമായോ? കൂട്ടുകാരെ, ഇംഗ്ലീഷ് നന്നായി വായിക്കാൻ പഠിക്കണം കേട്ടോ. റീഡിംഗ് കോർണറൊക്കെ നന്നായി വായിച്ച് പഠിക്കുക. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിന്ന് 6ാമത്തെ യൂണിറ്റും പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് പാഠപുസ്തകം നമ്മൾ പഠിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരൊക്കെ പാഠങ്ങളൊക്കെ നന്നായി പഠിക്കുക. എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർ എല്ലാ ക്ലാസ്സുകളും നന്നായിട്ട് പഠിക്കുക കേട്ടോ. എല്ലാത്തിൻ്റെ ആക്ടിവിറ്റീസും ആ പാഠത്തോടൊപ്പം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആക്ടിവിറ്റീസും എല്ലാം കൂട്ടുകാർ ചെയ്ത് പഠിക്കുക. അപ്പോൾ 3ാം ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.